യുദ്ധവിമാനങ്ങൾ രാത്രിയിൽ എക്സ്പ്രസ് വേയിൽ ഇറക്കി വ്യോമസേനയുടെ പരിശീലനം. ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിലാണ് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തത്. റഫാൽ, മിറാഷ്, ജാഗ്വാർ എന്നീ വിമാനങ്ങളാണ് രാത്രിയിൽ ഇറക്കിയത്. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈയൊരു വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ രാത്രിയിലും എക്സ്പ്രസ് വേയിൽ ഇറക്കി വ്യോമസേന പ്രത്യേക പരിശീലനം നടത്തി. ഇന്നലെ പകലും ഇത്തരത്തിൽ പരിശീലനം നടത്തിയിരുന്നു. തുടർന്നാണ് രാത്രിയിലും പരിശീലനം നടത്തിയിട്ടുള്ളത്. അനിഖിലെ, ഇന്നലെ ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വൈകുന്നേരത്തോടു കൂടിയാണ്, രാത്രി കാലത്താണ് ഈ ഒരു വ്യോമ അഭ്യാസ പ്രകടനം നടന്നത്. പ്രധാനമായും പഹൽഗാമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന പിരിമുറുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു അഭ്യാസ പ്രകടനം. ഇന്നലെ പകൽ സമയത്തും ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തിരുന്നു. പക്ഷേ രാത്രിയിൽ നടന്ന പരിശീലനമാണ് ഇതിൽ ശ്രദ്ധേയം. കാരണം ഗംഗ എക്സ്പ്രസ് വേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ രാത്രി കാലഘട്ടങ്ങളിലും എമർജൻസി ലാൻഡിംഗിൽ പറ്റുന്ന ഏക എക്സ്പ്രസ് വേ ആണ്. നേരത്തെ തന്നെ ലക്നൗ, ആഗ്ര എക്സ്പ്രസ് വേ പോലെയുള്ള അതിവേഗ പാതകളിലും വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ കഴിയും. പക്ഷേ യോഗി സർക്കാർ രൂപീകരിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ഗംഗ എക്സ്പ്രസ് വേയിൽ മാത്രമേ രാത്രി കാലങ്ങളിലും വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഭാരതത്തിന്റെ പോർ വിമാനങ്ങളായ മിറാഷ്, അതുപോലെ തന്നെ ജാഗ്വാർ, ഒപ്പം റാഫേൽ, ഈ വിമാനങ്ങളൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ ഈ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി ഇവിടേക്ക് ലാൻഡ് ചെയ്തത്. ഒരിക്കൽ ശരി ഗൗതം, യുദ്ധവിമാനങ്ങൾ രാത്രിയിൽ എക്സ്പ്രസ് വേയിൽ ഇറക്കി വ്യോമസേനയുടെ പ്രത്യേക പരിശീലനം. ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിലാണ് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തത്. റഫാൽ, മിറാഷ്, ജാഗ്വാർ എന്നീ വിമാനങ്ങളാണ് രാത്രിയിൽ എക്സ്പ്രസ് വേയിൽ ഇറക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.